ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് എയർപോർട്ട് വരെ പോവുക, നെടുമ്പാശ്ശേരി എയർപോർട്ട്. കാരണം എൻ്റെ അനിയൻ ഇന്ന് മാൽഡീവ്സിൽ പോവുക, അവിടുത്തെ ഹോസ്പിറ്റലിൽ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം രാവിലെ ഞങ്ങളെല്ലാവരും വെളുപ്പിനെ എണീറ്റ് റെഡിയായി. വെളുപ്പിനെന്ന് പറഞ്ഞാൽ അത്ര വെളുപ്പിനെയൊന്നുമല്ല, ഒരു 7 മണിക്ക് ഇറങ്ങാനായിരുന്നിരുന്നത്. ഇറങ്ങിയപ്പോൾ 7:30 ഇപ്പം ഇനി എൻ്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി നേരെ ഇനി നാത്തൂൻ്റെ വീട്ടിൽ ചെന്ന് പാരൻസിനെയും കൂട്ടി ഞങ്ങൾ നെടുമ്പാശ്ശേരിക്ക് പോകും. അപ്പോഴത്തേക്കും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി ഇപ്പം ഞങ്ങൾ ഇനിയിപ്പം അരയങ്കാവിന് പോവാം. അപ്പോഴത്തേക്കും അതാണ് അപ്പം ഈ കാണുന്നത് ഫുള്ള്. നമുക്കപ്പം എൻ്റെ കയ്യിൽ കൊച്ചുണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ അതിന് മുമ്പുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം കാറിലിരുന്നുള്ള പരിപാടിയാണ് ഇതെല്ലാം. അപ്പം തലയില്ല, ഇടയ്ക്ക് തലയൊന്നുമില്ല വീഡിയോയിൽ. കാരണം കൊച്ച് ഇരുന്നതുകൊണ്ട് എനിക്ക് ചില പരിമിതികളുണ്ട് വീഡിയോ എടുക്കുന്നത്. അവനാണ് അതിലൊക്കെ കയറി പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഈ വെയിൽ കാരണം ഫ്രണ്ട് സീറ്റിലിരുന്നതുകൊണ്ട് വെയിൽ കാരണം കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നതുകൊണ്ട് അവന് അത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്നെ. എന്തായാലും അവൻ നോക്കുന്നുണ്ട് ഇങ്ങനെ കുറേ നേരമായിട്ട് ഇതാരാ എന്നൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അരയങ്കാവ് പോവുക. അവിടെ ചെന്ന് ഇനി നാത്തൂൻ്റെ പാരൻസിനെയും കൂട്ടി വേണം എയർപോർട്ടിൽ പോകാൻ. അങ്ങനെ ഇടയ്ക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ അരയങ്കാവ് എത്താറായി. അപ്പോഴത്തേക്കും ഇനി അവിടെ ചെന്ന് എല്ലാവരോടും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് ഇനി നേരെ എയർപോർട്ടിലോട്ട് പോകണം. അങ്ങനെ ഇപ്പം എയർപോർട്ടിലോട്ട് പോവാം. അപ്പോഴത്തേക്കും ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചെടുത്താൻ വേണ്ടി ഓരോരോ കോപ്രാന്തങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അടങ്ങിയിരിക്കത്തില്ല, ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ കുറേ നേരം ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ അവനിങ്ങനെ യാതൊരു വികാരവും ഇല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക. ഇത് അമ്മ തന്നെയാണോ കണ്ണാടി കൂടി വെച്ചേക്കുന്നതുകൊണ്ട് അവനത്ര തിട്ടം വരുന്നില്ല ഇത് ആരാന്ന്. പിന്നെ അവനിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അറ്റാക്ക് തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ അത് പിടിച്ച് വലിക്കാനും മൊബൈൽ പിടിച്ച് വലിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ ഒരു വിധത്തിൽ അവനെ സമാധാനിപ്പിച്ചിരുത്തിയേക്കുമായിരുന്നു. അപ്പോഴത്തേക്കുമാണ് വണ്ടി എങ്ങാനും ഒന്ന് നിർത്തിപ്പോയാൽ ഉടനെ തുടങ്ങും ബഹളം. ഓടിക്കൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. അങ്ങനെ കുറേ നേരം ആയപ്പോഴത്തേക്കും അവൻ മടുത്തു. കുറച്ച് നേരം അവൻ ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റു. പിന്നെ എന്ത് ചെയ്താൽ ഒന്നും ഞാൻ എന്നാക്ക് കാണിച്ചു കൊടുത്താലും ചെയ്തു കൊടുത്താലും ഒന്നും അവൻ അങ്ങ് സമാധാനപ്പെടുന്നില്ലായിരുന്നു. ഭയങ്കര എനിക്കൊന്ന് രാവിലെ എണീറ്റതിൻ്റേതായൊരു ഇറിറ്റേഷൻ കാണുമല്ലോ, പിള്ളേരുടെ ഉറക്കവും ഫുഡും ഒന്നും ശരിയാകത്തില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. അങ്ങനെ മെട്രോ എത്തി. അപ്പോഴത്തേക്കും ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചും പറഞ്ഞൊക്കെ ഞാൻ മടുത്തു. പിന്നെ എന്നാങ്കിലും അവനെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങി. ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര ബഹളം. പിന്നെ വേറൊരു കാര്യം, ആരുടെ അടുത്തും പോവില്ല, എൻ്റെ അടുത്തുനിന്നല്ല, അത് വേറെ ഓരുടെ അടുത്തും പോവില്ല. അത് ഭയങ്കര ഉപകാരം എനിക്ക്. അതുകൊണ്ട് എവിടെ പോയാലും എൻ്റെ തോളെ തന്നെ ഉണ്ടാകും. അങ്ങനെ എത്തുന്നു. എയർപോർട്ട് വരെ ഭയങ്കര ബഹളമായിരുന്നു അവൻ, ഒരു രക്ഷയില്ല, ഉറങ്ങത്തുമില്ല, ഭയങ്കരമായിട്ട് ബഹളം തന്നെയായിരുന്നു. അത് കാരണം നല്ല സുഖമായിരുന്നു. ഞാൻ പിന്നെ ഉള്ള നേരം കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാനും സമ്മതിക്കുകയില്ല, മൊബൈലിൽ കയറി പിടിച്ച് അറ്റാക്ക് ചെയ്യും, അതെടുത്ത് താഴെ ഇടും. ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോഴത്തേക്കും പിന്നെ ഉള്ള സമയം കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തതാണ്. അത്ര ശരിയായൊന്നുമില്ല. പിന്നെ ഒരു കയ്യിൽ കൊച്ചും ഒരു കയ്യിൽ ഫോണും. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് അപ്പോൾ ട്രൈപോഡ് എടുത്ത് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യമൊന്നും കിട്ടിയില്ല. അങ്ങനെ എയർപോർട്ടിലെത്തി ലഗേജെല്ലാം എടുത്ത് ഇനി അങ്ങോട്ടേക്ക് നടക്കുക. അപ്പോഴത്തേക്കും എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പം അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന നേരം കൊണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഇപ്പോൾ ആശാന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറാറായി. അപ്പോഴത്തേക്കും നമ്മൾ വിസിറ്റേഴ്സ് എൻട്രി പാസ് എടുത്ത് എല്ലാവരും കൂടി അകത്ത് ചെല്ലാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് നിൽക്കും. അപ്പം
എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കും, എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. അപ്പം അകത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം ഇമിഗ്രേഷന് പോകുന്നതിന് മുമ്പ് വന്ന് കാണാൻ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഫോണൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം ആ കിട്ടിയ ഗ്യാപ്പിൽ ദേവൂട്ടനും കളത്തിലിറങ്ങിയിട്ടുണ്ട്. നന്ദൂട്ടൻ്റെയും ആരൂട്ടൻ്റെയും കൂടെ കളിക്കാനായിട്ട് എന്താ ഉള്ള നേരത്ത് അവിടെ കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാക്കി ചേട്ടന്മാർ നടക്കുന്ന പോലെ അവനും നടക്കണം, അങ്ങനെയായിരുന്നു. പിന്നെ അവൻ ഓക്കെ ആയി. പിന്നെ ഞാൻ വേണമെന്നൊന്നും ഇല്ലായിരുന്നു. വണ്ടി കയറി കഴിഞ്ഞാൽ അല്ല എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ വേണം. അങ്ങനെ അവന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിത് ഇനി വെളിയിലോട്ടേക്ക് ഇറങ്ങുക. ഇനിയിപ്പോൾ വെളിയിലിറങ്ങി നേരെ ഇനി വീട്ടിലോട്ട് വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്നത്, പക്ഷെ അതൊന്നും നടക്കില്ല. അപ്പം ആ നിന്ന നേരം കൊണ്ട് പാർക്കിങ്ങിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പം ടാറ്റാ.